ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ കള്ളക്കടത്ത്, അഴിമതി, ഇതൊക്കെ ഒരു മതവുമായിട്ട് എന്താ ബന്ധം? കക്കുന്നോൻ ഇവിടുത്തെ ക്രിമിനൽ കോഡിനകത്ത് മാപ്പിളക്ക് വേറെ നിയമമുണ്ടോ? ഹിന്ദുവിന് വേറെ നിയമമുണ്ടോ? ക്രിസ്ത്യാനിക്ക് വേറെ നിയമമുണ്ടോ? എടോ, കള്ളന്റെ ഇന്ത്യയിലെ പേര് കള്ളൻ എന്നാണ്, അഴിമതിക്കാരന്റെ പേര് അഴിമതിക്കാരൻ എന്നാണ്, കൊള്ളരുതാത്തവന്റെ പേര് കൊള്ളരുതാത്തവൻ എന്നാണ്. എന്റെ ജലീലിനോട് ഞാൻ പറയട്ടെ, എന്റെ ഈ മുതലാളി ഉണ്ടല്ലോ പിണറായി വിജയൻ, അയാൾ എന്തൊക്കെ പറഞ്ഞാലും അഴിമതിക്കാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ അഴിമതിക്കാരെന്ന് വേണേ ചേർത്ത് വിളിക്കാം. അയാളെ അഴിമതിക്കാരൻ എന്നാണ് വിളിക്കുക. അയാൾ ഹിന്ദുവായ അഴിമതിക്കാരൻ, മുസ്ലിമായി. അഴിമതിക്കും കള്ളത്തരത്തിനും തോന്നിവാസത്തിനും തെമ്മാടിത്തരത്തിനും ഒരു പേരുള്ളൂ, ആ ചെയ്യുന്ന പണിന്റെ പേരാണ്. ഒരു മനുഷ്യൻ, ഇയാള് മന്ത്രിയായ ഒരു മനുഷ്യനല്ലേ, ബസ് മറിഞ്ഞു പോയ രാവിലെ പത്രം എടുത്ത് വായിച്ചു നോക്കുക. ഓ, 5 മുസ്ലിങ്ങളാണ് ഉള്ളൂ, 6 ഹിന്ദുക്കളുണ്ട്, 7 ക്രിസ്ത്യാനികളുണ്ട്. ആശ്വാസം. അടിയന്തരമായി ചികിത്സ കൊടുക്കേണ്ട മാനസിക രോഗാണ് ഇവനെ പോലത്തെ ജന്തുക്കൾക്കുള്ളത്. അല്ല, ഇത് മാനസിക രോഗാണ്, ഇത് ചെറിയ രോഗമല്ല. നാട്ടിലൊരു കുറ്റകൃത്യം ഉണ്ടായി, എടോ മെഡിക്കൽ കോളേജിൽ പോയോക്കോട്ടോ സമയമുള്ളപ്പോ. ആ CH സെന്ററോട് പറഞ്ഞാൽ മതി, അവിടെ പോയി കാണിച്ചു തരും. അവിടെ എന്താ രോഗം? കഫം, മലം, മൂത്രം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളെ രോഗം, ക്യാൻസർ, തലവേദന, വയറുവേദന, അല്ലേ? ഹിന്ദു തലവേദന, മുസ്ലിം പിന്നെ എന്താണ് ക്യാൻസർ, ക്രിസ്ത്യാനി തലവേദന, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഈ നാട്ടിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാവട്ടെ, പ്രശ്നങ്ങളാവട്ടെ, അത് മനുഷ്യന്റെ പ്രശ്നമാണ്. അതെങ്ങനെയാണോ മതത്തിൻ്റെതാവുക? അതിനെങ്ങനെയാണ് മതത്തിന്റെ പേര് മതത്തെ ചേർത്ത് വെക്കാനാവുക? ഇനി ഞാൻ വേറെ കാര്യം പറയട്ടെ. ഇനി പള്ളിയിലെ മൊയിലാര് ഇനി ഒരു ഫത്വ ഇറക്കാത്തതാണ് പ്രശ്നമെങ്കിൽ, എടോ, ഫത്വയും ആയത്തും ഹദീസൊക്കെ കേട്ടാൽ മനുഷ്യൻ നന്നാവുമെങ്കിൽ ലോകത്തിൽ ആദ്യം നന്നാവേണ്ടത് കേട്ടി ജില്ലയിലല്ലേ? നീ എത്ര ഫത്വ കേട്ടതാ, എത്ര വയല് കേട്ടതാ? ഏതെല്ലാം മതപഠന കേന്ദ്രങ്ങളിൽ പഠിച്ച, ഏതമംഗളൂരിൽ പഠിച്ചല്ലേ, മതസ്ഥാപനങ്ങളിൽ പഠിച്ചല്ലേ? അവിടെ ആയത്തില്ലേ, അവിടെ ഹദീസില്ലേ, അവിടെ ഖുർആനില്ലേ, അവിടെ വയലില്ലേ? എന്നിട്ട് ഒരു പൊടി പോലും നന്നാവാത്ത നീയൊക്കെ ആരോടാണോ ഈ ഫത്വ ചോദിക്കണത്? ആരോടാ ഫത്വ ചോദിക്കണത്? ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് നന്നാവും ഞങ്ങൾ വിചാരിക്കണത്? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ശിവശങ്കരന് ഈ സ്വർണ്ണം അടിച്ചു മാറ്റുമ്പോ ജലീലിനൊരു ഫത്വ കൊടുത്തുകൂടെയിരുന്നോ? ശിവശങ്കരോ, ഇത് തെറ്റാണ് അല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പൈസയൊക്കെ അടിച്ചു മാറ്റുന്ന പിണറായി വിജയന് ഏത് മതപണ്ഡിതനാണോ ഫത്വ കൊടുക്കുക? ഇയാൾക്ക് മതം ഉണ്ടാ? കക്കുന്ന മതല്ലേ അയാളത്? അഴിമതി നടത്തുന്ന മതല്ലേ അയാളത്? അയാൾക്ക് ഫത്വ കൊടുക്കാൻ പറ്റുമോ? എന്ത് പൊട്ടത്തരാണോ ഈ പറയണത്?